ഹോളിലാൻഡിന്റെ മൈക്ക്. വീഡിയോ കാണുന്നവര് പറഞ്ഞു സൗണ്ട് ക്ലാരിറ്റി ഇല്ല എന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് നമ്മള് ഹോളിലാൻഡിന്റെ മൈക്ക് വാങ്ങിച്ചു. കുഴപ്പമില്ലെന്നാ കേട്ടെ. ലേറ്റസ്റ്റ് ബട്ടൺ ടൈപ്പാണ് മൈക്ക്. അപ്പോൾ നമ്മുടെ വീഡിയോ സൗണ്ട് ഇല്ലല്ലോ നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ ഇതൊന്ന് ചാരോട്ടിന് തരും, ഒന്ന് അച്ഛനമ്മ എടുക്കും. ഒന്ന് ചാരോട്ടിനെ ഇവിടെ വെച്ച് തരും, ഒന്ന് അച്ഛനമ്മ എടുക്കും. മൈക്കാ സംസാരിക്കാൻ വേണ്ടിട്ട്. ചാരോട്ടിന് തരാലോ. ഇത് നമ്മൾ അൺബോക്സ് ചെയ്യാം. അൺബോക്സ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ തുറക്കാം. ഇതൊക്കെ കുറേ നേരത്തെ വന്ന സാധനമാണ്, നമ്മൾ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ നമ്മുടെ വീഡിയോക്ക് സൗണ്ട് ഇല്ലാന്ന് കുറേ പേര് പറഞ്ഞു. അതുകൊണ്ടാണ് നമ്മളിത് വാങ്ങിയത് കേട്ടോ. ഇത് നമ്മൾ സ്റ്റോറിലൊക്കെ പോയി ചോദിച്ചു, അപ്പോൾ ഭയങ്കര പൈസ. അപ്പോൾ ഓൺലൈനിൽ കുറച്ചുകൂടി പൈസ കുറവാണ്. അതുകൊണ്ട് നമ്മൾ ഓൺലൈനായിട്ട് വാങ്ങിച്ചു കേട്ടോ. ആമസോണിലുണ്ട്, നോണിലുണ്ട്, എല്ലാത്തിലുണ്ട്. ഇത് ഫസ്റ്റ് മാനുവൽ. എന്താണ് ഇതിൽ നോക്കാം, അത് നമുക്ക് പിന്നെ നോക്കാം. ഓക്കെ, ഫസ്റ്റ് കാണിച്ചു കൊടുക്കാം. ഇതാണ് ഇതിൻ്റെ ബോക്സ് വരുന്നത്. ഇതാണ് ചാർജിങ് ബോക്സും. ഇതിൻ്റെ ഉള്ളിലെ മൈക്കൊക്കെ ഇല്ല. അച്ഛ കാണിക്കട്ടെ, എല്ലാവരും കാണിച്ചു കൊടുക്കട്ടെ. അത് വീണ് പോകുന്നു, അങ്ങനെയല്ല. ഇതാണ് മൈക്കിന്റെ ബോക്സ്. ഇതാണ് ഇതിന്റെ ചാർജിങ്. ഇതിന്റെ ചാർജിങ് വരുന്നത് ഇവിടെയാണ് കേട്ടോ. ചാർജിങ് വരുന്നത് സി ടൈപ്പാണ് ചാർജിങ്. ഓക്കെ, ഇത് വന്നിട്ട് ഇതിൻ്റെ ചാർജിങ്ങിൻ്റെ സ്ട്രെങ്ത് കാണിച്ച് ചാർജിൻ്റെ. അപ്പോൾ മൈക്ക് 2 മൈക്ക് ഉണ്ടാവും ഇതിൽ, 1 2. പിന്നെ ഇത് ക്യാമറക്ക് അതായത് നമ്മൾ DSLR-ഉം ബാക്കിയുള്ള ഡിജിറ്റൽ ക്യാമറാസ് ഇല്ലേ, മൊബൈൽ അല്ലാതെ യൂസ് ചെയ്യുന്നതിന് അതിൻ്റെ റിസീവറാണ് ഇത്, ക്യാമറക്ക് കണക്ട് ചെയ്യുന്നത്. ഇത് 2 മൈക്ക്. ഇത് മൈക്ക് വന്നിട്ട് ബട്ടണാണ്. ഇത് പിടിച്ചേ, ബട്ടൺ ടൈപ്പാണ്, അതായത് മാഗ്നറ്റ്. ഇത് നമ്മളെ ബട്ടണിൽ എന്നിട്ട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ നമ്മൾ സംസാരിക്കുന്നതെല്ലാം ക്ലിയർ ആയിട്ട് ഫോണിൽ കിട്ടും. ഇതിനവര് പറയുന്നത് വിട്ടുവരില്ല, വീണ് പോകുന്നില്ല. ഇല്ലല്ലോ, നല്ല മാഗ്നറ്റാണ്. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീക്കാനൊക്കെ പറ്റും. ഇതിന്റെ പുതിയൊരു വേറൊരു മോഡലും കൂടി ഇറങ്ങിയിട്ടുണ്ട്, ക്ലിപ്പ് ടൈപ്പ്. നമ്മൾ സാധാരണ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ഇറുക്കുന്ന ടൈപ്പ്. പക്ഷെ അത് എനിക്ക് അത്ര ഒരു സുഖമായിട്ട് തോന്നിയില്ല. അല്ല, അതാണ് ലേറ്റസ്റ്റ്. ഇതിന്റെ അടുത്ത വർഷം വന്നിട്ട് ആ പേപ്പർ പോയിട്ടതാ അവിടെ, അത് എടുത്തിട്ടോ. അതാ ലേറ്റസ്റ്റ്. പക്ഷെങ്കിൽ അതിങ്ങനെ യു ടൈപ്പ് ക്ലിപ്പാണ്. അത് ഇവിടെ മാത്രമേ കുത്താൻ പറ്റൂ, ഇങ്ങനത്തെ എഡ്ജിൽ മാത്രം. ഇത് നമുക്ക് എവിടെ വേണമെങ്കിലും ഈ മാഗ്നറ്റ് ഉണ്ടെങ്കിൽ എവിടത്തേക്ക് വേണമെങ്കിലും കൊണ്ടുപോകാം. അത് വന്നിട്ട് നമ്മൾ സാധാരണ ഹെയർ ക്ലിപ്പ് പോലത്തെ ക്ലിപ്പാണ്. അപ്പോൾ അത് നമുക്ക് ഈ എഡ്ജിൽ എല്ലാ സൈഡിൽ, നമ്മളെ ബട്ടൺസിന്റെ സൈഡിൽ, അല്ലെങ്കിൽ ഇങ്ങനത്തെ കോളറാസിൽ, നെക്കിൽ മാത്രമേ കുത്താൻ പറ്റുള്ളൂ. ഇത് വന്നിട്ട് നമുക്ക് എവിടെ ഇതിന്റെ ബാക്കിൽ മാഗ്നറ്റ് കണക്ട് ചെയ്യാൻ പറ്റുമോ അവിടെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. ഇതാണ് ഇതിന്റെ പ്രത്യേകത. ഇത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ക്യാമറയുടെ റിസീവറാണ്. ഇത് ക്യാമറക്ക് റിസീവ് ചെയ്യുന്ന സാധനം. ഇത് നമ്മളങ്ങനെ യൂസ് ചെയ്യില്ല, എന്നാലും നമ്മൾക്ക് ക്യാമറ ഉണ്ട്, എപ്പോഴും ആവശ്യം വന്നാൽ കണക്ട് ചെയ്യാം. ഓക്കെ, അതാണ് ഇതിനെ കുറിച്ച് പറയുന്നത്.
അതവിടെ വെക്ക്. അടുത്തത് കാണിച്ചു കൊടുക്കട്ടെ എല്ലാം. ഇതാണ് ഇതിൻ്റെ കുറിച്ച് പറയാനുള്ളത്. ഇത് വേണ്ടല്ലോ, അത് കൂടുതലുണ്ട്. ഇത് വന്നിട്ട് ഇതിൻ്റെ കൂടെ ഒരു അഡാപ്റ്റർ വന്നിട്ട് ഇതിൻ്റെ റിസീവ് ചെയ്യുന്നത് നമ്മുടെ ഫോണുമായിട്ട് കണക്ട് ചെയ്യുന്ന ഇത് വെച്ചിട്ട് കണക്ട് ചെയ്യുന്നത്. ഇത് C ടൈപ്പ് ഉണ്ട്. അതുപോലെ നമ്മുടെ നോർമൽ ഫസ്റ്റ് ഐഫോണിൻ്റെ ഇതിന് ഫസ്റ്റത്തെ ഐഫോണില്ലേ iPhone 12 Pro വരെയോ അങ്ങനെ എന്തോണ് 13 വരെ ഈ പിന്നെ വെച്ചിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് മാത്രമായിട്ടും കിട്ടും കേട്ടോ. ഈ ഹോള് കാണിച്ചു കൊടുക്കട്ടെ അച്ഛൻ. അത് നിലത്ത് വീണാൽ പിന്നെ പൊട്ടിപ്പോവേ. ഈ ഹോളി ലാൻഡിൻ്റെ ഇതിൻ്റെ കൂടെ നമുക്ക് ഈ പിന്ന്, അതായത് ഈ പിന്ന് വേണ്ട, ഈ പിന്ന് മാത്രം മതിയെങ്കിൽ അതായിട്ടും കിട്ടും. അങ്ങനൊരു സെലക്റ്റീവ് ഓപ്ഷൻസ് ഉണ്ട്. ഈ USB-C ടൈപ്പ് മാത്രം മതിയെങ്കിൽ അതും കിട്ടും. പിന്നെ നമ്മൾ ചെറിയ ഡിഫറൻസ് ഉണ്ട് പ്രൈസ്. രണ്ടും കൂടി എടുത്ത് എന്താ വെച്ചാൽ വൈഫിൻ്റെ ഫോണ് പഴയ ഓൾഡ് മോഡലിലെ കേബിളാണ് കണക്ഷൻ. അങ്ങനെയല്ല, ഇതിപ്പം ലേറ്റസ്റ്റ് മോഡൽ. അപ്പോൾ എല്ലാ ഫോണിലും കണക്ട് ചെയ്യും. നിലത്തിടല്ലേ, തുറക്കല്ലേ അച്ഛ പറയാം, തുറക്കുന്നു. ഇത് വന്നിട്ട് ഇതിൻ്റെ യൂസർ മാനുവലാണ്. എത്ര അവേഴ്സ് നിൽക്കും നോക്കി ചാർജ് ചെയ്ത. ഗൈഡ് പ്ലീസ് ഫോളോ. ചാര് വീണ് പോവേ, അത് വീണൊക്കെല്ലേ. അതിന് പറഞ്ഞിരിക്കുന്നത് 40 hours പറയുന്നത്. 40 hours ആണ് ടൈം പറയുന്നത്. പിന്നെ 1000 feet അങ്ങനെ എന്തോ ആണ് ഡിസ്റ്റൻസ് പറയുന്നത്. ഇതിൻ്റെ സിഗ്നൽ ഡിസ്റ്റൻസ് അത്ര ഏരിയയിൽ കിട്ടും. അത്ര ഏരിയയിൽ നമ്മൾ ദൂരം കിട്ടും. താഴെ വീഴും. താഴെ വീണ് കഴിഞ്ഞാൽ അത് പോവേ. പിന്നെ ഇതിൽ കിട്ടുന്നത് കുറച്ച് സ്റ്റിക്കേഴ്സ് ആണ് നമ്മൾ മൈക്കിന് യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഹൈഡാക്കി വെക്കുന്ന പോലെ. ഹൈഡാക്കി വെക്കുന്നത് പ്ലെയിൻ ബ്ലാക്ക് വേണമെങ്കിൽ ബ്ലാക്ക് ഒട്ടിക്കാം. പെട്ടെന്ന് ഡ്രസ്സിൽ വിസിബിൾ ആവാതിരിക്കാനുള്ള സ്റ്റിക്കേഴ്സ് മൈക്കിന് ഒട്ടിക്കാൻ പറ്റും. ഡ്രസ്സിന് മാറ്റാക്കി വെക്കാം. പക്ഷെ അത് എപ്പോഴും ഒരിക്കൽ വൺ ടൈം യൂസ് ആണോ എന്ന് അറിയത്തില്ല, നോക്കണം. കാരണം അത് വീണ് പോയാൽ അച്ഛൻ്റെ അടുത്ത് നടി കിട്ടും കേട്ടോ. അത് ലോക്കായിട്ടല്ലേ, അത് തുറന്നു തരാം അച്ഛൻ. ഒരു മിനിറ്റ് ഇതൊന്ന് പറഞ്ഞു കൊടുക്കട്ടെ. ഇതാണ് യൂസേഴ്സ് ഗൈഡ് ലൈൻ. സോ ഇതിലെല്ലാം മെൻഷൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാനിത് നമ്മളൊരു മൈക്ക് വാങ്ങിച്ചായിരുന്നു മുന്നേ, പക്ഷെ അത് യൂസ് ആയില്ല. അതുകൊണ്ടാണ് കുറച്ച് ക്യാഷ് മുടക്കിയിട്ട് ഇങ്ങനെ ഒരു മൈക്കിലേക്ക് പോയത്. ഇതിൻ്റെ പ്രൈസ് റേഞ്ച് ദൃഹത്തിൽ ഇപ്പം 381 ഓഫർ പ്രൈസ് ആണ്. 400-450 ഒക്കെ ഉണ്ട്. നാട്ടിൽ ഏകദേശം 8,000-9,000 രൂപയുണ്ട് നാട്ടിൽ. അപ്പോൾ ഇതിൻ്റെ ലേറ്റസ്റ്റ് മോഡലുണ്ട്. നിങ്ങൾക്ക് ഏതാ ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ നോക്കിയിട്ടൊക്കെ ചെയ്യാം. ഇതാണ് കണക്ഷൻ ഗൈഡ് ലൈൻസ് ഒക്കെ ഉണ്ട്. ഈസി ടു ക്യാരി ആണ്. അതിന് എന്തോ 9 gram അങ്ങനത്തെ വെയിറ്റ് ഉണ്ട് ആ മൈക്കിന്. അപ്പോൾ നോർമലി കുറച്ച്, പിന്നെ ഞാൻ നോക്കിയ DJയുടെ മൈക്കാണ്, അത് കുറച്ചും കൂടി ഹെവിയാണ് കാണാൻ. ചെറുത് സ്ക്വയർ ഹെവിയാണ്. അങ്ങനെ ഈ കണ്ട മൈക്കിന്റെ ഫോട്ടോ കണ്ട അങ്ങനെ കൊണ്ട് മൈക്ക് ഊസാക്കനെയാ മൈക്ക് ഇന്ന് കൊട്ടിട്ട്. എന്താ നീ പറയുന്ന ബോക്സിൽ വേറൊരു സാധനം കൊണ്ട് കേട്ടോ.
ഇതെന്താണ് നോക്കണ്ടേ ചാരു? എന്താണ് നോക്കണം. ഇതാണ് ചാർജർ ആയിരിക്കും. യെസ്, ഇതാണ് ഇതിന്റെ ചാർജർ, എന്റെയാ ചാരുവിന്റെയാ? മൈക്കിന്റെ ചാർജർ. പിന്നെ വന്നിട്ട് ഇതൊരു ചാർജർ ഉണ്ട്, ചാർജർ കേബിൾ. ചാരുവിന്റെയാ? ഇത് ചാർജ് ചെയ്യുന്ന. ഓക്കെ, ഇത് വന്നിട്ട് ഇതാണ് നമ്മുടെ ക്യാമറ, ഡിജിറ്റൽ ക്യാമറയ്ക്ക് കണക്ട് ചെയ്യുന്ന സാധനം. ഡിജിറ്റൽ ക്യാമറയ്ക്ക് കണക്ട് ചെയ്യുന്നതാണ് ഇത്. പിന്നെ അത് കൂടെ അതിന്റെ കൂടെ വരുന്നല്ലേ ഇത് ആ മൈക്കിൽ വെക്കാൻ പറ്റുന്ന കവർ ചെയ്ത് വെക്കുന്ന ഒരു ഇതാണ്. കണ്ടോ, നമ്മുടെ മൈക്കിന് കവർ ചെയ്തിട്ട് വെക്കാം. നോയിസ് കുറച്ച് എന്താ ചെറിയ വ്യത്യാസമുണ്ടോ? ഓക്കെ, അതുണ്ട്. അയ്യോ എല്ലാം കാണിച്ചു. അത് രണ്ടെണ്ണം ഉണ്ട് കേട്ടോ, രണ്ട് മൈക്കിനുണ്ട്. ഓക്കെ, പിന്നെ ഉള്ളത് ഇതാണ്. ഇത് വന്നിട്ട് ഓ സൂപ്പർ. പിന്നുള്ളത് രണ്ട് ഇതോ ഇതേതാ? ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാ എനിക്ക് തോന്നുന്നത് ഇത് വന്നിട്ട് കഴിച്ച് കാണിച്ചു തരാം. ഇത് നമ്മുടെ മൈക്കില്ലേ, നമ്മുടെ മൈക്ക് ലെങ്ത് കൂട്ടിട്ട് ഇത് കഴുത്തിൽ മാലയാക്കിയിട്ട് ഇടാൻ പറ്റും. ഓക്കെ, ജസ്റ്റ് സിമ്പിൾ ആയിട്ട് ചാര മൈക്ക് അതിന്റെ ഉള്ളിൽ ഇരിക്കുവോ? അതിന്റെ ഉള്ളിൽ റൗണ്ടിൽ ഇരിക്കുവോ മാഗ്നറ്റ് വെച്ചിട്ട്? ആ മാഗ്നറ്റ് വെച്ചിട്ട് ഞാൻ കാണിച്ചത്. ഒരു നല്ല ഗുഡ് ഐഡിയ അല്ലേ? മനസ്സിലാവുകയില്ല, മാലയായിട്ട് തോന്നുള്ളൂ. ഡ്രസ്സിന്റെ ഉള്ളിൽ ഇട്ട് കഴിഞ്ഞാലും എടുക്കും ഇത്. റെക്കോർഡ് ആവുകയും ചെയ്യും. നല്ല ഐഡിയ അല്ലേ? അല്ലെങ്കിൽ നമുക്ക് വെച്ചൊന്നും മനസ്സിലാവില്ലേ? ഇതിന്റെ കൂടെ രണ്ട് എക്സ്ട്രാ മാഗ്നറ്റ് ഉണ്ട് കേട്ടോ. അതുണ്ടോ? സപ്പോസ് അതെ, മാഗ്നറ്റ് താഴെ പോയി ചേരും. ചാരു അത് ഉടക്കായി ഗായ്സ്, ഉടക്കായി. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ സംഭവം ഉള്ളത്. അതിൽ സ്ട്രോങ് ആയിട്ട് ഇരിക്കുമോ? അത് മാലയായിട്ട് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ മാലയായിട്ട് യൂസ് ചെയ്യാം. ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലെങ്ത് ഷോർട്ടായിട്ട് വരും ചെയ്യും. ചാരുവിനെല്ലാം ഇട്ട് കൊടുക്കുമ്പോൾ കറക്റ്റ് ആയിരിക്കും അല്ലേ? ഇങ്ങനെയൊക്കെ യൂസ് ചെയ്തിട്ടൊക്കെ നമുക്ക് മനസ്സിലാക്കാം. സൗണ്ട് കിട്ടുമോ? കുറച്ച് കമ്മിയായിട്ട്, പക്ഷെ മെയിൻ പർപ്പസ് ഓക്കെ. ഇതിൽ രണ്ട് മാഗ്നറ്റ് ഉണ്ട്, രണ്ട് റോപ്പ് ഉണ്ട് കേട്ടോ, രണ്ട് മൈക്കിനുണ്ട്. ഇപ്പൊ രണ്ട് മൈക്കിനും രണ്ടുപേർക്ക് മാലയായിട്ടിടാം. മാലയായിട്ടിടാം. പിന്നെയുള്ളത് ഇത് ഡിജിറ്റൽ ക്യാമറയ്ക്ക് കണക്ട് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഇതിൻ്റെ അകത്ത് ഞാൻ എന്താ എടുത്തത്? ചാർജർ. ചാർജർ എന്ത്? അതെ, ഇതാണ് ചാർജർ. നമ്മുടെ സാധാ ഐഫോണിന്റെ ചാർജർ തന്നെയാണ്. പുതിയ ഐഫോണിന്റെ. ഫോട്ടോ എടുത്തേ. ഓക്കെ ഓക്കെ.
അപ്പൊ എല്ലാരും നോക്കി കാര്യങ്ങൾ ചെയ്തോ പറ.